ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് വളരെ ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന നമ്മുടെ അവിൽ കുഴച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അവിലും തേങ്ങയും ശർക്കരയൊക്കെ പാകത്തിനെടുത്താൽ നമ്മുടെ അവിൽ കുഴച്ചതും നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 അച്ച് വെല്ലവും പിന്നെ ഒരു 1/4 കഷ്ണവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഉരുക്കിയെടുക്കണം. ഇതിൽ വെല്ലത്തിൽ കച്ചറൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഉരുക്കിയിട്ട് അതിലേക്ക് ഡയറക്റ്റ് ആയിട്ടുണ്ട് അവിലും തേങ്ങയൊന്നും ചേർക്കരുത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് അത് ഒന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതേപോലെ 2 അച്ച് വെല്ലവും 1/4 കഷ്ണം 2 അച്ചും അതേപോലെ 1/4 കഷ്ണവും വെല്ലത്തിലേക്ക് ഞാൻ ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അതേ ചൂടോടുകൂടി തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് നമ്മൾ അവിൽ കുഴക്കാനെടുക്കുന്ന പാത്രത്തിലേക്ക് ഫിൽട്ടർ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയും കച്ചറ ഉണ്ടായിരുന്നു. നമ്മൾ ഡയറക്റ്റ് അതങ്ങനെ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ വയറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ഏകദേശം 1 സ്പൂണിൻ്റെ അടുത്ത് തന്നെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏലക്ക ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് ഒരു വലിയ തേങ്ങ മുഴുവനായിട്ട് ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ബട്ടൺ ആരെങ്കിലും ഒന്ന് പ്രസ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത് തേങ്ങ മുഴുവനും ചേർത്തിട്ട് ഇനി നമ്മുടെ വെല്ലവും തേങ്ങയും പിന്നെ നമ്മൾ ചേർത്ത ഏലക്കാപ്പൊടിയും നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് കുറച്ച് ചൂടുണ്ടാവും. വെല്ലം നമ്മൾ ചൂടോടെ ഒഴിച്ചതല്ലേ. അപ്പോൾ ഒരു സ്പൂണോ ചട്ടോനോ വെച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വൈറ്റ് പേപ്പർ അവിലാണ്. ഞാനിപ്പോൾ ഏകദേശം നമ്മുടെ കയ്യിൽ ആദ്യം 3 പിടി അവിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തേങ്ങയും വെല്ലയും ചേർത്തതിന് ശേഷം അവിൽ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് മധുരവും കളറൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ വളരെ കുറവ് വേണ്ടവർക്ക് ആ രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഏകദേശം 4 പിടി അവിൽ ഒരു മീഡിയം സൈസുള്ള തേങ്ങ മുഴുവനായിട്ട് ചിരകിയതിന് 2.5 അച്ച് വെല്ലം തന്നെ ധാരാളമാണ്. അപ്പോൾ എനിക്കിപ്പോൾ അത് കറക്റ്റാണ്. അതിലേക്ക് ഞാൻ 4 പിടി ഏകദേശം 250 അവിലും കൂടി ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ നല്ല ഏകദേശം അത്യാവശ്യം നല്ല മധുരമുള്ള അവിൽ കുഴച്ചത് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവുള്ളവർക്ക് ആ രീതിയിലൊക്കെ ചെയ്തെടുക്കാം. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതേപോലെ ഞാൻ വീണ്ടും കുറച്ച് ഒരു പിടി അവിൽ ആദ്യം 3 ചേർത്തു, എന്നിട്ട് മതിയോ നോക്കിയിട്ടാണ് ഞാൻ പിന്നെയും ചേർത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ആദ്യം തേങ്ങയും വെല്ലവും കുഴച്ചെടുത്താൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്, അസ്സലാമു അലൈക്കും.